അമ്മയെ തലക്കടിച്ചു കൊന്നതാണെന്ന് മക്കൾ. ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ കല്ലറയിൽ നിന്ന് സജി എന്ന മരണപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തെടുത്തു. ആർഡിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കല്ലറയിലെ കഴിഞ്ഞ 2-ാം തീയതി സജി എന്ന 46 വയസ്സുകാരിയെ ശവമടക്കിയതാണ്. ചേർത്തല മുട്ടംപള്ളി ഇടവക്കാരിയായ സജി എന്ന സ്ത്രീ 2 മക്കളുണ്ട്. അവർ ലാബ് ടെക്നീഷ്യനായി വിദേശത്തായിരുന്നു. അവരുടെ 2 മക്കളിലെ മൂത്ത മകള് മീഷ്മ ആണ് പോലീസിൽ ഒരു പരാതി ഇപ്പം കൊടുത്തത്. അമ്മയെ അച്ഛൻ തലക്കടിച്ചു കൊന്നതാണ് എന്ന രീതിയിലൊരു മൊഴി കൊടുത്തു. അതുകൊണ്ടാണ് ചേർത്തല പോലീസ് ഇപ്പം കല്ലറ തുറക്കാണ്ടി വന്നത്. ഏതായാലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ആ ശവം അടക്കിയ കല്ലറയിൽ നിന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. ആ ലാബ് ടെക്നീഷ്യനായ ആ സ്ത്രീ അവര് വിദേശത്തായിരുന്നു ജോലി. സജിക്ക് 2 മക്കളും വിദേശത്തുണ്ടായിരുന്നു. ഒരു മകൻ ബിനോബ് ഇപ്പോഴും വിദേശത്താണ്. അമ്മയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ജനുവരി മാസം 8-ാം തീയതി അമ്മയുടെ തലയ്ക്ക് പരിക്കേറ്റ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അമ്മ കോണിയിൽ നിന്ന് വീണതാണ് എന്നാണ് മൊഴി കൊടുത്തിരുന്നത്. കോണിയിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്ക് പറ്റി. അന്ന് മുതൽ അബോധാവസ്ഥയിലാണ്. ഏകദേശം 1 മാസം അവർ വെന്റിലേറ്ററായി. കഴിഞ്ഞ 2-ാം തീയതി അവര് മരണമടഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മൊഴി കൊടുക്കാൻ കഴിഞ്ഞില്ല, അബോധാവസ്ഥയിലായതുകൊണ്ട്. സജിയുടെ മൊഴി പോലീസിന് രേഖപ്പെടുത്താനും സാധിച്ചില്ല. വീട്ടുകാരുടെ മൊഴി അടിസ്ഥാനത്തിൽ ഇതൊരു അപകട മരണമാണ് എന്ന് കണ്ടെത്തി പോലീസ്. മറ്റ് തെളിവുകളൊന്നുമില്ല. മക്കളും അത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പം ചേർത്തല പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് മകളൊരു പരാതി കൊടുത്തു. ആ മീഷ്മ എന്ന മകളുടെ പരാതിയിലെ അച്ഛൻ അമ്മയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു, തന്നെ കത്തി കാണിച്ച് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞല്ലേ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. അമ്മ ഗോണിയിൽ നിന്ന് വീണതാണ്, അപ്പം തലയ്ക്കുണ്ടായ പരിക്കാണ് എന്നുള്ള മൊഴിയാണ് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടിയിലോട്ടൊന്നും പോലീസിന് പോകാൻ കഴിഞ്ഞില്ല. മറ്റ് എവിഡൻസുകളൊന്നുമില്ല. 30 ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്ന് കഴിഞ്ഞ 2-ാം തീയതി ആ വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കിടന്ന ആ വ്യക്തി മരണമടയുകയും ചെയ്തു. മറ്റ് സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തന്നെ അടക്കി. അതിനുശേഷമാണ് ഈ പുതിയ വിവരം പെൺകുട്ടി പോലീസിന്റെ അടുത്ത് പറയുന്നത്. കാരണം അത് അച്ഛനാണ് അമ്മയെ കൊന്നത്, തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. അച്ഛന് 48 വയസ്സുണ്ട്, അമ്മയ്ക്ക് 46 വയസ്സുണ്ട്. അതിനുശേഷം അച്ഛൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പോലീസിൽ മൊഴി കൊടുത്തു. അമ്മ മരിച്ച ശേഷം വീണ്ടും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ചു. മകൾക്ക് വേറെ നിവൃത്തിയില്ല, തന്നെ കൊല്ലുമെന്നൊരു ഭയം. അങ്ങനെ പോലീസിനെതിരെയുള്ള സത്യം പറഞ്ഞു. പിതാവിനെ പോലീസ് കസ്റ്റഡിയിലാക്കി. മകൾ മീഷ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വിദേശത്തുള്ള ബിനോബ് ഇപ്പോൾ വിദേശത്തു നിന്ന് അമ്മയുടെ മരണത്തോടു കൂടി വരികയും ചെയ്തു. സഹോദരനും സഹോദരിയുടെ മൊഴി പോലീസ് വിശ്വസിച്ചു. അതനുസരിച്ച് അച്ഛനെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടെ അറിഞ്ഞ ശേഷം മറ്റു നടപടിയിലോട്ട് മാറുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സജി വിദേശത്തു നിന്ന് വന്ന ശേഷം സ്വന്തമായി ഒരു പാത്രക്കട ചേർത്തലയിൽ തുടങ്ങി. ഭർത്താവിന് സജിയെ വലിയ സംശയമായിരുന്നു. സജിയെ കാണാൻ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വഴക്കിന്റെ മൂർധന്യാവസ്ഥയിലായിരിക്കണം തലയ്ക്ക് അടി കൊടുത്തതും. മക്കളത് കണ്ടിട്ടും ഉണ്ടാകണം. പക്ഷേ സജിയുടെ ഭർത്താവ് സോണിയുടെ ഭീഷണിപ്പെടുത്തല് മൂലം കുട്ടികള് സത്യം മറച്ചു വെച്ചു. പിതാവ് പറഞ്ഞ പോലെ കോണിയിൽ നിന്ന് വീണതാണ് എന്ന് പോലീസ് മൊഴി കൊടുത്താണ് നടപടിയൊന്നും ഉണ്ടാകാതെ വന്നത്. പക്ഷെ ഇപ്പം
ആ സോണി എന്ന പിതാവ് വീണ്ടും മക്കളെ ഭീഷണിപ്പെടുത്തി. അതോടുകൂടി മക്കൾ ഭയപ്പെട്ടു. ഉള്ള സത്യം പോലീസ് പറയുന്നതാണ് നല്ലതെന്ന് ആരെങ്കിലും ഉപദേശം കൊടുത്തിട്ടുണ്ടാവും. കുട്ടികൾ പേടിച്ച് ഇപ്പം പോലീസിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇപ്പം ഭർത്താവ് അല്ലെങ്കിൽ സജിയുടെ ഭർത്താവ് സോണിയെ, കുട്ടികളുടെ പിതാവിനെ പോലീസ് കസ്റ്റഡി വെച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് അറിഞ്ഞ ശേഷം മാത്രമേ അയാളെ കസ്റ്റഡിയിൽ നിന്ന് അറസ്റ്റിലേക്കാണോ അതോ കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യണോ എന്ന് പോലീസ് തീരുമാനിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുകയാണ്. സത്യം മറച്ചു വെക്കുകയാണ് പലരും. അത് തന്നെയാണല്ലോ ദേവബന്ധിന്റെ കേസിലും നമ്മൾ അറിഞ്ഞത്. ബാലരാമപുരത്തെ ദേവബന്ധിന്റെ കേസിലും സത്യം പറയാൻ പലർക്കും മടിയായിരുന്നു. പിന്നീട് പോലീസ് കൃത്യമായ ട്രാക്കിലിട്ട് വരികയും ചെയ്തു. ഇവിടെയും തുടക്കത്തിലെ ആ അപകട മരണത്തിലാണ് സജിക്ക് മൊകാൽസ്യം ഉണ്ടായത്, അല്ലെങ്കിൽ ബോധം കെട്ടുപോയത്. 30 ദിവസം അതേ അവസ്ഥയിൽ കിടന്ന് ഒന്നും സംസാരിക്കാതെ, ഒരു മരണമൊഴി പോലും കൊടുക്കാതെ അവര് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇപ്പം 2 മക്കളും സ്ഥലത്തുണ്ട്. ആ ഇളയ മകനും അമ്മയുടെ മരണശേഷം നാട്ടിൽ വന്നിട്ടുണ്ട്. ആ മകനും ബിനോബിന് വിദേശത്താണ് ജോലി. എന്തായാലും ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാനൊക്കെ. അതിൽ അടുത്ത ദിവസം നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറിയുമ്പം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാവും.